ചെറിയൊരു തിരിച്ചടിയിൽ പോലും ജീവിതത്തിന് മുന്നിൽ തകർന്നു പോയേക്കാവുന്നവരാണ് നമ്മളൊക്കെ. എന്നാൽ കഴിഞ്ഞ ദിവസം ആലപ്പുഴ അസിസ്റ്റന്റ് കളക്ടറായി ചുമതലയേറ്റ പാർവതിയുടെ കഥയൊന്ന് കേൾക്കണം. വെറുമൊരു കഥയല്ല, എല്ലാവർക്കും പ്രചോദനമാകുന്ന ജീവിതമാണ് പാർവതിയുടേത്. ഓർക്കാപ്പുറത്ത് ജീവിതത്തിലുണ്ടായ ഒരു സംഭവം തുടർന്നുള്ള ജീവിതത്തെ തന്നെ ചോദ്യചിഹ്നത്തിൽ ആക്കിയപ്പോൾ അതിനു മുമ്പിൽ ഒരടി പോലും പതറാതെ ഉയരങ്ങളിലേക്ക് ചുവട് വെച്ചു കയറുകയായിരുന്നു പാർവതി. ആലപ്പുഴ അമ്പലപ്പുഴ ക്ഷേത്രത്തിന് പടിഞ്ഞാർ അമ്പാടിയിൽ ഗോപകുമാറിന്റെയും ശ്രീലത എസ് നായരുടെയും മൂത്ത മകളാണ് പാർവതി. അച്ഛൻ ഗോപകുമാർ റവന്യൂ വകുപ്പിൽ ഡെപ്യൂട്ടി തഹസിൽദാറാണ്. അമ്മ ശ്രീലത കക്കായം ഗവൺമെന്റ് HSSലെ അധ്യാപികയും. പാർവതിക്ക് ഒരു അനുജത്തിയുമുണ്ട്. പഠിക്കാൻ മിടുക്കരായ 2 പെൺകുട്ടികളെയും ഉയരങ്ങളിൽ എത്തിക്കണമെന്ന മോഹവുമായി ആ കുടുംബം മുന്നോട്ടു പോകവെയാണ് അപ്രതീക്ഷിതമായ ആ സംഭവമുണ്ടായത്. 2010 പാർവതിക്ക് 12 വയസ്സ് പ്രായമുള്ളപ്പോഴായിരുന്നു അത് നടന്നത്. അന്ന് ചെന്നിത്തല നവോദയ സ്കൂളിൽ 7ാം ക്ലാസ്സിൽ പഠിക്കുകയായിരുന്നു പാർവതി. ഒരു ദിവസം വൈകിട്ട് ബൈക്കിൽ അച്ഛനൊപ്പം ആലപ്പുഴ ചിറപ്പ് ഉത്സവം കാണാൻ പോകുകയായിരുന്നു ആ പെൺകുട്ടി. എന്നാൽ യാത്രക്കിടെ ഉണ്ടായ അപകടത്തിൽ പാർവതിക്ക് തന്റെ വലതു കൈയാണ് നഷ്ടമായത്. കൈക്ക് ഗുരുതരമായി പരിക്കേറ്റ പാർവതിയുടെ വലതു കൈ മുട്ടിനു താഴെ വെച്ച് മുറിച്ചു മാറ്റുകയായിരുന്നു. തന്റെ പ്രിയപ്പെട്ട കൈ തന്നിൽ നിന്നും മുറിച്ചു മാറ്റി എന്ന് വിശ്വസിക്കാൻ പോലും കഴിയാതെ മരവിച്ചു നിന്ന ദിവസങ്ങളായിരുന്നു. വേദനയോടെയാണെങ്കിലും പാർവതി ആ സത്യം മനസ്സിലാക്കി, ഉൾക്കൊണ്ടു. പാർവതിക്കുണ്ടായ ദുർവിധിയിൽ ചുറ്റുമുള്ളവരെല്ലാം അന്ന് സഹതപിച്ചു. എന്നാൽ അതിൽ ഒതുങ്ങി കണ്ണീർ വാർത്തിരിക്കാൻ ആ പെൺകുട്ടി തയ്യാറായില്ല. എല്ലാം ഒന്നിൽ നിന്ന് തുടങ്ങാൻ തീരുമാനിക്കുകയായിരുന്നു അവൾ. അപകട സമയത്ത് എന്ത് പ്രൊഫഷൻ തിരഞ്ഞെടുക്കണമെന്ന് പോലും അറിയില്ലായിരുന്ന സമയത്താണ് സിവിൽ സർവീസ് എന്ന സ്വപ്നം പാർവതിയുടെ മനസ്സിൽ കയറിക്കൂടിയത്. അച്ഛന്റെ മേലുദ്യോഗസ്ഥനായിരുന്ന IAS ഓഫീസർ കൃഷ്ണതേജയാണ് പാർവതിയുടെ ജീവിതത്തിന്റെ ദിശ മാറ്റിയത്. പാർവതിയെ സിവിൽ സർവീസ് എഴുതാൻ പ്രചോദിപ്പിച്ചത് കൃഷ്ണതേജയുടെ ഉപദേശവും പിന്തുണയുമായിരുന്നു. അങ്ങനെ അവൾ എല്ലാം ഒന്നിൽ നിന്നും തുടങ്ങി. ഇടതുകൈ ഉപയോഗിച്ചായിരുന്നു പിന്നീടുള്ള പാർവതിയുടെ പഠനം. സ്ലേറ്റിൽ ഇടതുകൈ കൊണ്ട് എഴുതാൻ പഠിച്ചു. അതിനിടെ കൃത്രിമ കൈയും ഘടിപ്പിച്ചു. +2 ഹ്യൂമാനിറ്റീസിൽ മുഴുവൻ മാർക്കും വാങ്ങി വിജയിച്ച പാർവതി ബംഗളൂരുവിൽ നാഷണൽ ലോ സ്കൂളിൽ നിന്ന് 2021 നിയമബിരുദവും നേടി. ഇടംകൈ ഉപയോഗിച്ചാണ് പാർവതി എഴുതുന്നതെങ്കിലും പഠനവും പരിശീലനവും ഒട്ടും എളുപ്പമായിരുന്നില്ല. മറ്റുള്ളവരെ പോലെ തന്നെ വേഗത്തിൽ എഴുതാൻ പാർവതിക്ക് സാധിച്ചില്ല എന്നത് തന്നെയാണ് കാരണം. മറ്റുള്ളവർ സിവിൽ സർവീസ് മെയിൻ പരീക്ഷ 3 മണിക്കൂർ വീതം എഴുതിയപ്പോൾ പാർവതി ഓരോ പരീക്ഷയും 4 മണിക്കൂർ വീതമായി 16 മണിക്കൂർ കൊണ്ടാണ് എഴുതി തീർത്തത്. സിവിൽ സർവീസ് പരീക്ഷാ ദിവസത്തിലും വിധി പാർവതിക്ക് മുന്നിൽ ഒരു വെല്ലുവിളി ഉയർത്താൻ ശ്രമിച്ചു. കടുത്ത പനി ബാധിച്ച് 3 ദിവസമായി ആശുപത്രിയിൽ അഡ്മിറ്റായിരുന്ന പാർവതി അതിനെയും അതിജീവിച്ചാണ് മിന്നുന്ന വിജയം നേടിയത്. പാർവതിയുടെ മനസാന്നിധ്യത്തിനു മുമ്പിൽ 2ാം ശ്രമത്തിലാണ് സിവിൽ സർവീസ് ലഭിച്ചത്. 2024 സിവിൽ സർവീസ് പരീക്ഷയിൽ 282 റാങ്കോടെ IAS സ്വന്തമാക്കിയ ശേഷം മസൂറിയിലെ ആദ്യഘട്ട പരിശീലനം പൂർത്തിയാക്കി കേരള കേഡറിൽ ചേർന്ന പാർവതിയെ കഴിഞ്ഞ ആഴ്ചയാണ് എറണാകുളം അസിസ്റ്റന്റ് കളക്ടറായി നിയമിച്ചത്. ഈ നിയമനവും പരിശീലനത്തിന്റെ ഭാഗമാണ്. അച്ഛനൊപ്പം ആലപ്പുഴയിൽ ജോലി ചെയ്യുവാനായിരുന്നു പാർവതിയുടെ ആഗ്രഹം. എന്നാൽ മാതൃജില്ലയിൽ നിയമനം ലഭിക്കാത്തതിനാൽ തൊട്ടടുത്ത ജില്ലയിലേക്ക് അത് എത്തുകയായിരുന്നു. പാർവതിയുടെ അനുജത്തി രേവതി ഗോപകുമാർ തിരുവനന്തപുരം ഐസറിൽ വിദ്യാർത്ഥിയാണ്. തിങ്കളാഴ്ച രാവിലെ എറണാകുളം കളക്ടർ NSK ഉമേഷിനെ കണ്ട ശേഷമാണ് പാർവതി ചുമതലയേറ്റത്. പാർവതി പുതിയ പദവിയിൽ ചുമതലയേൽക്കുന്നതിന് സാക്ഷ്യം വഹിക്കുവാൻ കുടുംബാംഗങ്ങളും കലക്ടറേറ്റിൽ എത്തിയിരുന്നു.